ചേലക്കരയിലേക്ക് കൂടി പോകാൻ. ചേലക്കരയിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. ചേലക്കരയിലും പക്ഷേ ആവേശകരമായ മത്സരമാണ് നടക്കുന്നത് പ്രതീഷ്. കാരണം മൂന്ന് മുന്നണികളും വലിയ അവകാശങ്ങൾ വാദങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല LDFന്റെ ഉറച്ച കോട്ടയെന്ന് പറയുമ്പോഴും അവരെ സംബന്ധിച്ചോളം അവർക്കും ഇത്തവണ ചില സാഹചര്യങ്ങൾ അവർ കൂടി ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന നിലയിൽ തീർച്ചയായും കഴിഞ്ഞ തവണ 54% വോട്ട് ഇടതുമുന്നണിക്ക് പോൾ ചെയ്ത 39,400 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ വാശിയേറിയ മത്സരമാണ്. ഷിനോജ് ഉണ്ട്. ഷിനോജ്, എങ്ങനെ പുരോഗമിക്കുന്നു പോളിംഗ്? അഭിലാഷ്, രാവിലെ മുതൽ തന്നെ ശക്തമായ പോളിംഗാണ് ചേലക്കരയിൽ എല്ലാ ബൂത്തുകളിലും. നമ്മൾ രാവിലെയൊക്കെ പല ബൂത്തുകളിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള പോളിംഗ്, വലിയ നീണ്ട ക്യൂ ഒക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീമൂലം തിരുനാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കരയിലാണ്. ഇവിടെ ഏകദേശം 4 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. 79, 80, 81, 82 ഇത്തരത്തിൽ 4 ബൂത്തുകളാണ് ഉള്ളത്. ഇവിടെയൊക്കെ തന്നെ നേരത്തെയൊക്കെ വലിയൊരു തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം ഈ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പോളിംഗ് അല്പം മന്ദഗതിയിലാണ് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഉച്ച സമയമാണ്. ആളുകളൊക്കെ തന്നെ രാവിലെ എത്തി വോട്ടിട്ട് മടങ്ങി പോയിട്ടുണ്ട്. പലരും എത്തുന്ന ആളുകളിലൊക്കെ തന്നെ പലരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളിൽ പലരും രാവിലെയൊക്കെ തന്നെ വോട്ടിട്ട് മടങ്ങിപ്പോയ ആൾക്കാരാണ്. പലർക്കും ഇടയ്ക്കൊക്കെ വന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. തിരക്കുണ്ടായിരുന്നല്ലേ രാവിലെയൊക്കെ? നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഉച്ചനേരല്ലേ, അതുകൊണ്ട് ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്ക് ശേഷമൊക്കെയാണ് ഇനി തിരക്ക് വരും. ജോലി ടൈമൊക്കെ കഴിഞ്ഞ് വെയിലറിയതിന് ശേഷം അല്ല, എനിക്ക് കുറുമല സ്കൂൾ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരു ഈ വെയിലൊക്കെ ഒന്ന് ആറിയതിനു ശേഷമായിരിക്കും ഈ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 43.2 ചേലക്കരയിലെ അവസാന കണക്കെന്ന് പറയുന്നത് പോളിംഗ് ശതമാനത്തിൽ. അതായത് ആകെ ചേലക്കരയിലെ വോട്ടർമാർ എന്ന് പറയുന്നത് 2,11,103 ഈ 43 എന്ന് പറയുമ്പോൾ ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം 91,000 സംതിങ്. അതായത് ഏകദേശം 91,000 ആളുകൾ ഇതിനോടകം തന്നെ ചേലക്കരയിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി വരുന്ന മണിക്കൂറുകളിൽ ബാക്കിയുള്ളവരെത്തും. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം അതിനേക്കാളുമൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. നേരത്തെ മുന്നണികളൊക്കെ തന്നെ 3 മുന്നണികളും അവകാശപ്പെട്ടിരുന്നത് കഴിഞ്ഞ തവണത്തെ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനൊക്കെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകും. അതിന് തക്ക രീതിയിലുള്ള പ്രചാരണം 3 മുന്നണികളുടെ ഭാഗത്തുനിന്നും ചേലക്കരയിൽ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. പാലക്കാടൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ വിവാദങ്ങളൊക്കെ ആയപ്പോൾ ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയായിരുന്നു ചേലക്കരയിൽ വോട്ട് പ്രചാരണമൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പോളിംഗ് ശതമാനത്തിൽ വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് ചേലക്കരയിൽ 3 മുന്നണികൾ നടത്തിയ പ്രചാരണം അത് ഫലം കണ്ടിരിക്കുന്നു. ആ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് പല ബൂത്തുകളിലും നമുക്ക് രാവിലെ മുതൽ അനുഭവപ്പെടാൻ കഴിയും. ഷിനോജ് പറഞ്ഞതുപോലെ 9 പഞ്ചായത്തുകളിലും നല്ല പോളിംഗ് ആണ്. അവിടുത്തെ മത്സരം വളരെ വാശിയേറിയതാണ് എന്നുള്ളതാണ് അതിന്റെ. എണ്ണയിട്ട യന്ത്രം പോലെ ഇത്തവണ നല്ല രീതിയിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ പ്രവർത്തിച്ചു എന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. AK സ്റ്റെഫിൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ ഇപ്പോൾ ഏത് മേഖലയിലാണുള്ളത്? 14 പ്രശ്നബാധ ബൂത്തുകൾ ഉണ്ട് എന്ന പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. മറ്റെന്തൊക്കെ വിവരങ്ങൾ? ഉച്ച കഴിഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ബൂത്തുകളിലേക്ക് സ്ഥിതി കാഴ്ചകൾ. പ്രജീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കരയിലെ 69 നമ്പർ ബൂത്തിലാണ്. ഈ ബൂത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് പിങ്ക് ബൂത്താണ്. ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ത്രീകളാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സ്കൂളിലുള്ളത് 3 ബൂത്തുകളാണ്. 69, 70, 71 ബൂത്തുകളാണ് ഉള്ളത്. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വരാന്തയിൽ ഉടനീളം ഒരു നീണ്ട ക്യൂ ഇപ്പോഴും ഉണ്ട്. ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഉച്ചയായിട്ടും അതിന് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല. മറ്റ് 2 ബൂത്തുകൾ സംബന്ധിച്ചിടത്തോളം അവിടെ കുറച്ച് ഒന്ന് മന്ദഗതിയിലായിട്ടുണ്ട്. ഉച്ചയായതോടുകൂടി തന്നെ മന്ദഗതിയിലായിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ പോളിംഗ് തന്നെയാണ് ചേലക്കര മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത് ആർക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. സാധാരണ ഇതിനു മുൻപ് കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ 77% പോളിംഗ്. ഉച്ചവരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ അത് 35-നും 40-നും ഒക്കെ ഇടയ്ക്കായിരുന്നു. ഇപ്പോൾ അത് 43-ലേക്കൊക്കെ ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് ഏത് രീതിയിലാണ്? മുന്നണികളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആരെ സഹായിക്കും? സാധാരണഗതിയിൽ ഇങ്ങനെ പോളിംഗ് കൂടുകയാണെങ്കിൽ, അതും വൈകുന്നേരത്തോടു കൂടിയൊക്കെ കൂടുകയാണെങ്കിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്കൊക്കെയാണ് കൂടുതൽ അത് നേട്ടമായി നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ എങ്കിൽ തന്നെയും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ളൊരു പോളിംഗ് ചേലക്കരയിൽ ഉണ്ടായിരുന്നു. അത് അനുകൂലമായത് രമ്യ ഹരിദാസിനാണ്. ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് അവരെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നണികളെല്ലാം തന്നെ ഉള്ളത്. നമ്മൾ അല്പം മുമ്പ് പോയത്
മുള്ളൂർക്കരയിലായിരുന്നു. അവിടെ പ്രശ്നബാധിതമായ ഒരു ബൂത്ത് ഉണ്ടായിരുന്നു. അവിടെ അസിസ്റ്റൻ്റ് കളക്ടറൊക്കെ തന്നെ വന്ന് പരിശോധനകളൊക്കെ തന്നെ നടത്തി. കൃത്യമായി തന്നെ CIS ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് കാര്യങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചേലക്കരയിൽ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺവെൻറ്റ് സ്കൂളാണ്. അവിടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് മറ്റ് 2 ബൂത്തുകളിൽ ഒന്ന് മന്ദഗതിയിലായിട്ടുണ്ട്. 69ാമത്തെ ബൂത്തിൽ അതിശക്തമായ പോളിംഗ് തന്നെ ഇപ്പോഴും ഉണ്ട്.